ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അന്തസ്സൊരല്പം ബാക്കിയുണ്ടെങ്കിലേ അവളെ ഒന്നങ്ങ് വിട്ടൂടെ? എന്താ അവളിൽ കാണുന്ന ഇത്രയും വലിയ പ്രത്യേകത? ഒന്ന് കേക്കട്ടെ. എല്ലാം തിരിച്ചറിഞ്ഞ നിന്റെ മുമ്പില് ഇനി ഒന്നും ഒളിക്കേണ്ട കാര്യമില്ല. ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, നിത്യ എന്റെ പെണ്ണാണെന്ന്. അവളുടെ നിഴലിൽ പോലും ചവിട്ടരുതെന്ന്. അങ്ങനെ ഒരുത്തൻ ചവിട്ടിയ അതിന്റെ കൂലി അവന്റെ ജീവനാണ്. കൊള്ളാം ജീവ, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരുടെ ഈ കൂട്ടുകെട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഈ ക്രിമിനൽ സ്വഭാവമുള്ള രണ്ടുപേർക്ക് ഒന്നിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ക്രിമിനലുകൾക്കൊരു ചിന്തയുണ്ട്. കൈക്കും മീക്കും ബലം ഉണ്ടായാൽ ആരെയും പേടിപ്പിക്കാന്ന്. എന്നാൽ പേടി എന്തെന്ന് അറിയാതെ വളർന്നവന് അത് നിന്നെപ്പോലെ ഇവനെപ്പോലെയും ഗുണ്ടായിസം വശമുള്ളതുകൊണ്ടല്ല, മനുഷ്യനെ അറിയാവുന്നതുകൊണ്ട്, അവരുടെ കൂടെ നടന്നതുകൊണ്ട്, മണ്ണിനെ സ്നേഹിച്ചതുകൊണ്ട്, മണ്ണിൽ പണിയെടുത്തതുകൊണ്ട്. പിന്നെ നിത്യയുടെ കാര്യം, നീ കരുതുന്നത് പോലെ അവൾ നിന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. അവളുടെ കഴുത്തിൽ നീ കെട്ടിക്കൊടുത്തൊരു താലിയുണ്ടല്ലോ, അതിന് അവളൊരു ബഹുമാനം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അതും ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല. അവളെ ഞാൻ സത്യം ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന്നല്ല, എന്റെ അവസാന ശ്വാസം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. നീ എന്റെ നേരെ കൈ ഉയർത്തിയാൽ പാടത്തെ കളവെട്ടിക്കളയുന്ന പഴയൊരു ശീലമുണ്ട് എനിക്ക്. കൊത്തിയരിഞ്ഞ് കളയുന്നില്ല ഞാൻ. ഹരിയുടെ ദേഹത്ത് തൊട്ടുപോകരുത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഈ രണ്ട് കുടുംബങ്ങളും യുദ്ധക്കളമാക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? നിങ്ങളെ തടയാൻ ഹരി മുന്നിലുണ്ടാവും. ഞങ്ങൾ ഇവന്റെ പിന്നിലും.